നമസ്കാരം. നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തുടർച്ചയാണ്. നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കിന്, വൊക്കാബുലറി 5 മാർക്കിന്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടിലാണ് വരുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. മെയിൻ ആയിട്ടുള്ള ഗ്രാമർ പാർട്ട് 5 മാർക്കിന് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. വൊക്കാബുലറി എന്ന് പറയുന്ന കൊടുത്ത അടുത്ത പാർട്ടിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനണിംസ്, ആന്റണിംസ്, ഫ്രേസൽ വെർബ്സ്, ഇങ്ങനെ പോകുന്നു ആ ഭാഗം. അപ്പൊ ഇതില് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വൊക്കാബുലറി എന്നുള്ള പാർട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2013 വന്ന തിരുവനന്തപുരം LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുടെ ഒരു ഭാഗമാണ്. ഇതിന്റെ ആദ്യത്തെ ഭാഗം ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തു. അതിൽ ഗ്രാമർ മാത്രമേ ഉള്ളൂ. ഇതിലാണ് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് നെഫ്യൂ ഈസ് ഡാഷ്. ഇപ്പൊ നെഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സൺ ഓഫ് ബ്രദർ ഓർ സിസ്റ്റർ ആണ്. സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മകനാണ് നെഫ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുമ്പോൾ സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ മകൾ എന്ന അർത്ഥത്തിൽ വരും. അങ്ങനെ അർത്ഥം വരുന്ന വാക്ക് ഇവിടെ ഏതാണ്? നീസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നെഫ്രൈറ്റ്, നെഫ്രൈറ്റിക്, നെഫ്രൈറ്റിസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നെഫ്രൈറ്റിസ് എന്ന വാക്കൊന്ന് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കണം. ഇത് ചിലപ്പോൾ ഇതുപോലെയല്ല, വേറൊരു അവസരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ ഒരു മീനിങ് പറയുന്ന രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നീസ് ആണ്. കിഡ്നിക്ക് വരുന്ന ഒരു അസുഖമാണ്. കിഡ്നി വീക്കം എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു അസുഖമാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അടുത്ത ഏതെങ്കിലും ഒരു പാർട്ടിൽ ചിലപ്പോൾ ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ദി അഡ്ജക്റ്റീവ് ഓഫ് പ്ലീസ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. പ്ലഷർ, പ്ലസന്റ്, പ്ലസന്റ്ലി, പ്ലസന്റ്നെസ്. പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സന്തോഷിപ്പിക്കുക എന്നാണ് അർത്ഥം. അതിന്റെ അഡ്ജക്റ്റീവ് നാമവിശേഷണമായിട്ട് വരുന്നത് പ്ലസന്റ് എന്നാണ്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, എ പ്ലസന്റ് ന്യൂസ് എന്ന് പറയണം അല്ലെ. പ്ലസന്റ് എന്ന് പറയുന്നത് സന്തോഷിപ്പിക്കുന്ന അല്ലെ എന്നർത്ഥമാണ്. പ്രസന്നമായ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഒരു പ്ലസന്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് എന്ന ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവായിട്ട് പ്ലസന്റ് എന്ന വാക്ക് അതിന് മുന്നിൽ വരും. അങ്ങനെയാണെങ്കിൽ പ്രസന്നമായ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന ന്യൂസ്, പ്രസന്നമായ ന്യൂസ് എന്നല്ല, സന്തോഷിപ്പിക്കുന്ന ന്യൂസ്, സന്തോഷിപ്പിക്കുന്ന വാർത്ത എന്ന അർത്ഥം വരും അല്ലെ. എ പ്ലസന്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എ പ്ലസന്റ് ഡേ, നല്ല പ്രസന്നമായ ദിവസം എന്നാണ് അർത്ഥം അല്ലെ. ആ പ്ലസന്റ് ഡേ എന്നവിടെ പറയണമെങ്കിൽ ആ ഡേ എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് പ്ലസന്റ് അതിന് മുന്നിൽ വന്നു. അങ്ങനെ വരുന്ന വാക്കുകളെയാണ്, നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെയാണ് എന്ത് പറയാ, നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ പ്ലസന്റ് എന്ന വാക്കാണ് അവിടെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുള്ളൂ. പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമമാണ്. പ്ലസന്റ്ലി എന്ന് പറഞ്ഞാൽ അഡ്വേർബ് ആണ്. പ്ലസന്റ്നെസ് എന്ന് പറഞ്ഞാലും നാമമാണ്. അപ്പൊ പ്ലഷറും പ്ലസന്റ്നെസ്സും അവിടെ നൗൺസ് ആണ്. പ്ലസന്റ്ലി അവിടെ അഡ്വേർബ് ആണ്. പ്ലസന്റ് മാത്രമാണ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഈ പ്ലസന്റ്ലി എങ്ങനെ അഡ്വേർബ് ആയിട്ട് വരുന്നത്? അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബിനെ മോഡിഫൈ ചെയ്യുന്നത്, അതാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സമ്മർ പാസ്റ്റ് പ്ലസന്റ്ലി. സമ്മർ വളരെ പ്രസന്നമായി തന്നെ കടന്നുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ആ പാസ്ഡ് എന്ന വെർബിനെ പ്ലസന്റ്ലി എന്ന വാക്കുകൊണ്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്ലസന്റ്ലി എന്നുള്ളത് അവിടെ അഡ്വേർബ് ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ദ സിനണിം ഓഫ് ക്യൂരിയോസിറ്റി ഇസ് ഡാഷ്. ആങ്സൈറ്റി, ക്ലാരിറ്റി, ഡിസയർ, ഇൻക്വിസിറ്റീവ്നെസ്. ഇൻക്വിസിറ്റീവ്നെസ് SI ഉണ്ട്, ഇൻക്വിസിറ്റീവ്നെസ് എന്നാണ് കേട്ടോ, SI അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്യൂരിയോസിറ്റി നമുക്കറിയാം. എന്താണ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ? ജിജ്ഞാസയാണ്, അറിയാനുള്ള ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അന്വേഷണാത്മകത എന്നുള്ള അർത്ഥത്തിലാണ് ക്യൂരിയോസിറ്റി എന്ന വാക്ക്. ഇനി ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്കണ്ഠയാണ്. ആങ്സൈറ്റി ഉത്കണ്ഠയാണ്. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തതയാണ്.
അപ്പോൾ ക്യൂരിയോസിറ്റി എന്ന വാക്കിന് കൃത്യമായിട്ട് അർത്ഥം വരുന്നത് ഇൻക്യൂസിറ്റീവ്നെസ് ആണ്. ഇൻക്യൂസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അന്വേഷണാത്മകത എന്നുള്ളതാണ്, അറിയാനുള്ള ആഗ്രഹം എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിൽഡ്രൻ ഹാവ് ആൻ ഇൻക്യൂസിറ്റീവ്നെസ് അബൌട്ട് ദ വേൾഡ്. കുട്ടികൾക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാൻ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണല്ലേ കുട്ടികൾ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അവർക്ക് അറിയില്ല എങ്ങനെയുള്ള സംഭവങ്ങളെന്ന്. കാരണം അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഓരോന്നിങ്ങനെ അറിയാൻ അവർക്ക് വല്ലാത്ത ആഗ്രഹം. അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് എന്ത്, ഇൻക്യൂസിറ്റീവ്നെസ് എന്നുള്ളത്. അപ്പോൾ ക്യൂരിയോസിറ്റിക്ക് വളരെ ആപ്റ്റായിട്ട് വരുന്ന അർത്ഥം ഇൻക്യൂസിറ്റീവ്നെസ് ആണ് ഇവിടെ. അപ്പോൾ ആങ്സൈറ്റി പക്ഷെ നമുക്ക് സംശയം തോന്നിയേക്കാം, പക്ഷെ ആങ്സൈറ്റിയുടെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം അത് ഒരു പക്ഷേ. അപ്പോൾ ആങ്സൈറ്റി എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഉത്കണ്ഠ എന്നുള്ളതാണ്, ഉത്കണ്ഠ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ദി ആന്റണിം ഓഫ് ബാർബേറിയൻ ഈസ് ഡാഷ്. വിപരീത പദമാണ്, ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത്. ബാർബേറിയൻ എന്ന് പറഞ്ഞാൽ പ്രാകൃതമായ എന്നാണ് അർത്ഥം, അൺകൾച്ചേർഡ് ആണ്. അതിൻ്റെ മീനിങ് അൺകൾച്ചേർഡ് ആണ്, പക്ഷെ നമുക്കിവിടെ അതിൻ്റെ ആന്റണിം ആണ് വേണ്ടത്. സോ ആൻസർ ഏതാ വരിക, സിവിലൈസ്ഡ് ആണ് അല്ലേ, പരിഷ്കൃതമായ എന്നുള്ള അർത്ഥത്തിൽ സിവിലൈസ്ഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ദി അതോറിറ്റി ടേൺഡ് ഡൗൺ ദ പ്രൊപ്പോസൽ. ദി ഇറ്റാലിസൈസ്ഡ് ഫ്രേസ് മീൻസ് ഡാഷ്. ദി അതോറിറ്റി ടേൺഡ് ഡൗൺ ദ പ്രൊപ്പോസൽ. അപ്പോൾ നമുക്ക് ടേൺ ഡൗൺ ഫ്രേസൽ വെർബാണ്, അറിയാം. റിജക്റ്റഡ് എന്ന അർത്ഥത്തിലാണ് വരിക, ക്യാൻസൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ദി അതോറിറ്റി ടേൺ ഡൗൺ ദ പ്രൊപ്പോസൽ. അതോറിറ്റി എന്ത് ചെയ്തു, പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. ടേൺ ഡൗൺ എന്ന വാക്ക് നമ്മളെപ്പോഴും ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അതല്ലാതെ ടേൺ എന്ന് വെച്ച് വരുന്ന മറ്റ് ഫ്രേസൽ വെർബ്സ് ഉണ്ട്. ടേൺ അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിക്കം അൺഫ്രണ്ട്ലി എന്നാണ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവർ എന്നാണ് അർത്ഥം. ടേൺ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയർ എന്നാണ് അർത്ഥം. ടേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ്ഡ്, മാനുഫാക്ചേർഡ്, അസംബിൾഡ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് ടേണുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫ്രേസൽ വേർബ്സ് ഒക്കെ പഠിച്ചു വെക്കാൻ പറ്റും. അന്ന് ഓർത്തു വെക്കുക. ടേൺ അഗെയിൻസ്റ്റ്, ബിക്കം അൺഫ്രണ്ട്ലി, ടേൺ ഓവർ, ഹാൻഡ് ഓവർ, ടേൺ അപ്പ്, അപ്പിയർ, ടേൺ ഔട്ട്, അസംബിൾഡ്, പ്രൂവ്ഡ്, മാനുഫാക്ചേർഡ് എന്നൊക്കെ അർത്ഥം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. എ പേഴ്സൺ ഹു അണ്ടർടേക്സ് എ കൊമേഴ്ഷ്യൽ വെഞ്ചർ ഈസ് എ ഓർ ആൻ ഡാഷ്. ഒരു കൊമേഴ്ഷ്യൽ വെഞ്ചർ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? എന്റർപ്രനർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്റർപ്രനർ അല്ല, ഓൺട്രപ്രനർ എന്നാണ്. ENTRE എന്നാണ് വരേണ്ടത്. ഓൺട്രപ്രനർ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അത് ഓൺട്രപ്രനർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പുതിയ ആശയം കൊണ്ടുവരുന്ന, ബിസിനസ്സിൽ ഒരു പുതിയ ആശയം കൊണ്ടുവരുന്ന ഒരു സംരംഭകൻ എന്നുള്ള അർത്ഥത്തിലാണ് ഓൺട്രപ്രനർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ വെഞ്ചർ ഏറ്റെടുക്കുന്ന ആള്, വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സ്റ്റാർട്ടപ്പ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് വെഞ്ചർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെഞ്ചർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആള്, അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്നുള്ള അർത്ഥത്തിൽ വേണം എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ അവിടെ ഓൺട്രപ്രനർ എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബിസിനസ് മാൻ വരില്ലേ എന്ന് തോന്നുന്നു, പക്ഷേ ബിസിനസ് മാൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു പഴയ ആശയത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ വേറെ വേർഷനൊക്കെ തുടങ്ങുന്ന ആൾക്കാരെയാണ് ബിസിനസ് മാൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അതിലൊരു പുതിയ ഒരു സംരംഭം എന്നുള്ള അർത്ഥമൊന്നും അതിൽ വരുന്നില്ല. ഒരു വ്യവസായി എന്നുള്ള അർത്ഥം മാത്രമേ ബിസിനസ് മാനിൽ വരുന്നുള്ളൂ. വെഞ്ചർ എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ട് ന്യൂ സ്റ്റാർട്ടപ്പ് എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്നുള്ള അർത്ഥത്തിൽ, പുതിയൊരു സംരംഭം തുടങ്ങുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ ഓൺട്രപ്രനർ എന്ന വാക്കാണ് അവിടെ ആപ്റ്റായിട്ട് വരിക. അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആൻസർ ആയി വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം. ട്രാൻസ്ലേറ്റ് ദ പ്രോവർബ് പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ ഇൻ ടു മലയാളം. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പ്രൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം അഹങ്കാരമാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. അഹങ്കാരം ആപത്താണ്. അഹങ്കാരത്തിൻ്റെ അവസാനം എന്താണ്? അധപ്പതനമാണ് എന്നുള്ള അർത്ഥത്തിൽ അഹങ്കാരം ആപത്താണ് എന്നുള്ള ഓപ്ഷനാണ് അവിടെ കൃത്യമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ഐഡന്റിഫൈ ദ വേർഡ് കറക്റ്റ്ലി സ്പെൽഡ്. സെറ്റിൽമെന്റ് ഒന്നും നോക്കാനില്ല. അടുത്ത ചോദ്യം. അബ് ഇനീഷ്യോ മീൻസ് ഫോറിൻ ഫ്രേസ് ആണല്ലേ.
ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ ബിഗിനിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ് ആണ്. അബ് ഇനിഷ്യോ എന്ന് നമ്മൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കുറച്ച് വാക്കുകൾ ഓർത്തു വെക്കാം, മറ്റ് കുറച്ച് ഫ്രേസസ് ഓർത്തു വെക്കാം. അഡ് ഇൻഫിനിറ്റം വരും. അഡ് ഇൻഫിനിറ്റം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് ലിമിറ്റ് എന്നാണ്. ഇനി അഡ് നൗസിയം വരും. അൻ എക്സസീവ് ഓർ അൺഅക്സെപ്റ്റബിൾ എക്സ്റ്റെന്റ് ആണ് അഡ് നൗസിയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അഡ് ഹോക്ക് വരും. ഫോംഡ് ഓർ ക്രിയേറ്റഡ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് എന്നാണ് അർത്ഥം. അഡ് ഹോക്ക്. അഡ് ഇന്ററിം, ഇൻ ദ മീൻ ടൈം ഓർ ടെമ്പററിലി എന്നുള്ള അർത്ഥത്തിലാണ് അഡ് ഇന്ററിം ഉപയോഗിക്കുന്നത്. അഡ് വാലറം വരാം. അഡ് വാലറം എന്ന വാക്ക് അല്ലെങ്കിൽ ഫ്രേസ് അക്കോർഡിംഗ് ടു വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഫോറിൻ ഫ്രേസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്ത ചോദ്യം, ആർട്സ് കോളേജ് ഈസ് എ ഓർ ആൻ ഡാഷ് വേർഡ്. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, അട്രിബ്യൂട്ട്. ആൻസർ കോമ്പൗണ്ട് വേർഡ് ആണ്. കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ മീനിങ് ഉള്ള വാക്കുകൾ ചേർന്ന് ഒരു വാക്കായി മാറുന്നതിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. അതൊക്കെയാണ് ഇൻഡിവിജ്വൽ വാക്കുകൾ. അതിൽ ആർട്സും കോളേജും രണ്ട് വാക്കിനും ഇൻഡിവിജ്വൽ മീനിങ്സ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ചേർന്ന് ആർട്സ് കോളേജ് എന്ന ഒരു പുതിയ വാക്കായിട്ട് മാറുന്നു. അതിനെയാണ് എന്ത് പറയുക, കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. മറ്റ് കോമ്പൗണ്ട് വേർഡ്സിന് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ആർട്സ് ക്ലബ്ബ് കോമ്പൗണ്ട് വേർഡാണ്. ടൂത്ത് ബ്രഷ് കോമ്പൗണ്ട് വേർഡാണ്. ടൂത്തിനും ബ്രഷിനും ഇൻഡിവിജ്വൽ മീനിങ് ഉണ്ട്. ബെഡ്റൂം കോമ്പൗണ്ട് വേർഡാണ് അല്ലേ. ബെഡ്, റൂം രണ്ടിനും ഇൻഡിവിജ്വൽ മീനിങ് ഉണ്ട്. രണ്ടും കൂടെ ഒന്ന് ചേർന്ന് ഒറ്റ പുതിയ ഒരു വാക്കായിട്ട് മാറുന്നു. പുതിയൊരു മീനിങ് ഉള്ള വാക്കായിട്ട് മാറുന്നു. അപ്പം അങ്ങനെയുള്ള അർത്ഥത്തിൽ ഉള്ള വാക്കുകളെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. ഇനി അവിടെ കോംപ്ലക്സ് വേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കോംപ്ലക്സ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് വേർഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അഫിക്സസ് വരില്ലേ, സഫിക്സും പ്രിഫിക്സ് ഒക്കെ വരുന്ന എല്ലാ സഫിക്സും പ്രിഫിക്സും വരില്ലെങ്കിലും ഇൻഡിവിജ്വൽ മീനിങ് ഇല്ലാത്ത സഫിക്സസ് പ്രിഫിക്സസോ വരുന്ന വാക്കുകളെയാണ് നമ്മൾ കോംപ്ലക്സ് വേർഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്യുക്കർ, ക്യുക്ക് ER അല്ലെ. ക്യുക്ക് എന്ന വാക്കിനോട് ER ചേർന്നു ക്യുക്കർ എന്നാവുന്നു. അങ്ങനെയുള്ളൊരു വാക്ക് വരുന്ന സമയത്ത് അതിൽ രണ്ട് പാർട്ട് ഉണ്ട്, ക്യുക്ക് പിന്നെ അതുപോലെ ER എന്നുള്ള ആ ഒരു പാർട്ട്. അത് സഫിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ആ ER എന്ന വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലെ. എന്ന ആ ഒരു വാക്കിന് അർത്ഥമൊന്നുമില്ല. എന്നാൽ അതിനൊരു റൂട്ട് വേർഡ് ഉണ്ട്, ക്യുക്ക് എന്നുള്ളൊരു റൂട്ട് വേർഡ് ഉണ്ട് താനും. അങ്ങനെ വരുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് വേർഡ്സ് എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എന്ന വാക്ക് മെന്റ് എന്ന സഫിക്സ് അവിടെ വന്നിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഇൻഡിവിജ്വൽ മീനിങ് ഇല്ല. അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽ മീനിങ് ഇല്ലാത്ത ഒരു വാക്കും പിന്നെ അതിനോട് ചേർന്ന ഒരു റൂട്ട് വേർഡും മീനിങ് ഉള്ള ഒരു വേർഡും അങ്ങനെ വരുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോംപ്ലക്സ് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ അട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നുണ്ട്. അട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന വാക്കുകളെയാണ് അട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയാം ഇപ്പോൾ എക്സ്പയറി ഡേറ്റ്. ഇപ്പോൾ എക്സ്പയറി എന്ന വാക്ക് അവിടെ അട്രിബ്യൂട്ടീവ് ആണെന്ന് അല്ലെങ്കിൽ അട്രിബ്യൂട്ടീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുക അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വേർഡ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കോമ്പൗണ്ട് വേർഡ് എന്താണെന്നുള്ളത്. ഇനി അടുത്ത കുറച്ച് മലയാളം ചോദ്യങ്ങളാണ്. ഇപ്പോൾ നോക്കാം. ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമം ഏതാണ്? മേയനാമമാണ് അല്ലേ. ജാതി വ്യക്തി ഭേദമില്ലാത്ത നാമം എന്ന് പറയുമ്പോൾ മേയനാമമാണ്. വ്യക്തി എന്നോ വർഗമെന്നോ വേർതിരിക്കാൻ കഴിയാത്ത നാമങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മേയനാമം എന്ന് വിളിക്കുന്നത്. പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം മേയനാമങ്ങളായിട്ട് വരുന്ന നാമരൂപങ്ങളാണ്. മഞ്ഞ്, ഇരുട്ട്, വായു, പാൽ, വെള്ളം, മണ്ണ്, മഴ, കാറ്റ് അല്ലെ, അഗ്നി, ആകാശം ഇതെല്ലാം മേയനാമത്തിന് ഉദാഹരണമാണ്. ഓക്കെ. അടുത്തത് സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവനാമം ഒരു നാമത്തിന് പകരമായിട്ട് വരുന്നതാണ് സർവനാമം. നീ, നിങ്ങൾ, അവർ, അവൻ എന്നൊക്കെ പറയുന്നത് പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് സർവനാമം എന്ന് പറയുന്നത്. സാമാന്യനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വർഗത്തെ മൊത്തമായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന നാമത്തെയാണ് എന്ത് പറയുക, സാമാന്യനാമം എന്ന് പറയുന്നത്. മനുഷ്യൻ, പക്ഷി, പർവ്വതം, ചെടി ഇതെല്ലാം സാമാന്യനാമത്തിന് ഉദാഹരണമാണ്. ക്രിയാനാമം എന്ന് പറയുമ്പോൾ ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമം. ഇപ്പോൾ ചാടുക എന്ന് പറയുന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് ചാട്ടം എന്നുള്ളത് അല്ലെ. അതാണ് ക്രിയാനാമം. ഓടുക, ഓട്ടം, കേൾക്കുക, കേൾവി എന്ന് പറയുന്ന നാമങ്ങളെയാണ് എന്ത് പറയുക, ക്രിയാനാമം. വെർബിൽ നിന്ന് എന്തുണ്ടാവുന്നു,
നൗൺ ഉണ്ടാവുന്നു അല്ലേ, ക്രിയയിൽ നിന്ന് നാമം ഉണ്ടാകുന്നു. ഓക്കെ, ക്രിയാനാമം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്ന ഏതാണ്? കാടെരിഞ്ഞു, കാട് പ്ലസ് എരിഞ്ഞു, ഏതാണ്? ലോപസന്ധിയാണ് അല്ലേ, ചന്ദ്രക്കല അവിടെ ലോപിച്ചു പോയിരിക്കുന്നു. നെൽ പ്ലസ് മണിയാണ് നെന്മണി, ൽ പോയിട്ട് ന് വന്നിരിക്കുന്നു, അതുകൊണ്ട് അവിടെ ആദേശസന്ധിയാണ്. പച്ചത്തത്ത, പച്ചത്തത്തയല്ല പച്ചത്തത്തയാണ്, പച്ചത്തത്തയാണ്, പച്ചത്തത്ത എന്ന് പറയുന്നത് എന്താണ്? ദ്വിത്വസന്ധിയാണ് അല്ലേ, പച്ച പ്ലസ് തത്ത, പച്ചത്തത്തയാണ്, ദ്വിത്വമാണ്, ഇരട്ടിപ്പാണ് അവിടെ വരുന്നത്, ദ്വിത്വസന്ധിയാണ്. ഇനി തിരുവോണം, തിരുവോണം എന്താണ്? തിരു പ്ലസ് ഓണമാണ്, അപ്പൊ ഒന്നുമേ അവിടെ നിന്ന് പോയിട്ടില്ല, വാ എന്ന അക്ഷരം അവിടേക്ക് വന്നിരിക്കുന്നു. സോ തിരുവോണമാണ് ആഗമസന്ധിക്ക് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? അംഗവൈകല്യം. ഓക്കെ, അടുത്ത ചോദ്യം. അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിന്റെ ആശയവുമായി ബന്ധമുള്ളത് ഏതാണ്? അരവൈദ്യൻ ആളെ കൊല്ലി എന്നുള്ളതാണെങ്കിൽ അല്പജ്ഞാനം ആപത്താണ്. ഐക്യമത്യമല്ല കേട്ടോ, ഐകമത്യമാണ്. ഓക്കെ, അടുത്ത്. കാരവം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? വീണ, മണ്ണ്, കാരക്ക, കാക്ക. കാരവം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാ എന്ന രവം ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് കാരവം. കാ എന്ന രവം ഉണ്ടാക്കുന്ന ഏതാണ്? കാക്കയാണ്. ഓക്കെ, അപ്പൊ കാക്കയാണ് അതിന്റെ ശരിയായ ആൻസർ. ഇനി കാക്ക എന്ന വാക്കിന് വേറെ കുറച്ച് നാനാർത്ഥങ്ങൾ കൂടിയുണ്ട്. കരടം, വായസം, വായസമാണ് കേട്ടോ, പായസമല്ല, വായസമാണ്, അരിഷ്ടം എന്നൊക്കെ പറഞ്ഞാലും എന്ത് തന്നെയാണ് അർത്ഥം? കാക്ക എന്ന് തന്നെയാണ് അർത്ഥം. ഇനി കാരക്ക നമ്മൾ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, അത് കാരവുമായിട്ട് പ്രാസോപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു വാക്കായിട്ടാണ്, ഒരു ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ മണ്ണ്, മണ്ണ് എന്ന വാക്കിന് തുരുമ്പ് എന്ന അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. തുരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ്, തുരുമ്പ്. ഇനി വീണ, വീണ എന്ന വാക്കിന് മറ്റ് അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? വിപഞ്ചിക, വല്ലകി, വിപഞ്ചി എന്നൊക്കെ അർത്ഥം വരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി അയ്യപ്പനാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണെന്ന്. ഇനി ഗോവിന്ദ പിഷാരടി ആരാണ്? ചെറുകാടാണ് അല്ലേ, ഗോവിന്ദ പിഷാരടി എന്ന് പറയുന്നത് ചെറുകാടാണ്. ചെറുകാട് വേറൊരു തൂലികാനാമത്തിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്, മലങ്കാടൻ എന്നാണ്. മലങ്കാടൻ, മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യ കൃതികൾ എഴുതിയിരിക്കുന്നത് ഗോവിന്ദ പിഷാരടിയാണ്, അല്ലെങ്കിൽ ചെറുകാടാണ്. ഓക്കെ, പിന്നെ ജോർജ് വർഗീസ് കാക്കനാടനാണ്, അറിയാലോ. വി അയ്യപ്പൻ എന്നുള്ളത് വി അയ്യപ്പനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നുന്നു. ഓക്കെ, അടുത്ത. പ്രവാസികളുടെ എക്കാലത്തെയും നൊമ്പരമായി മാറിയ നജീബ് ആരുടെ കഥാപാത്രമാണ്? ബെന്യാമിൻ അല്ലേ, പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. എം മുകുന്ദനുണ്ട്, സക്കറിയുണ്ട്, എസ് കെ പൊറ്റക്കാടുണ്ട്. ഇവരുടെയൊക്കെ സാഹിത്യകൃതികളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. ഏതാണ്? സക്കറിയുടെ 2023 മാതൃഭൂമി പുരസ്കാരം കിട്ടിയ എഴുത്തുകാരാണ്. അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് നോവൽസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് കൃതികളാണ് സലാം അമേരിക്ക, അല്ലെങ്കിൽ ഒരിടത്ത് ആർക്കറിയാം അല്ലെ, സലാം അമേരിക്ക, ഒരിടത്ത് ആർക്കറിയാം എന്നൊക്കെ എഴുതിയ സക്കറിയ. എസ് കെ പൊറ്റക്കാടിന് പിന്നെ നമുക്ക് അറിയാമല്ലോ, ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ ഒക്കെ എഴുതിയ എസ് കെ പൊറ്റക്കാട്. പിന്നെ അടുത്ത ഓപ്ഷനാണ് എം മുകുന്ദൻ. എം മുകുന്ദന്റെ കഥകൾ ഏതൊക്കെയാണ്? എം മുകുന്ദൻ എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു സൈബർ നോവൽ ഉണ്ടല്ലോ, ഏതാണ്? നൃത്തമാണ് അല്ലെ, നൃത്തം. നൃത്തം ആദ്യത്തെ സൈബർ നോവൽ ഇൻ മലയാളം എന്നൊക്കെ അറിയപ്പെടുന്ന നൃത്തമാണ് മുകുന്ദൻ എഴുതിയ നോവലാണ്. അതുപോലെ പ്രവാസം, ഡൽഹി ഗാഥകൾ എന്നുള്ളതെല്ലാം മുകുന്ദന്റെ കൃതികളാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ വയലാർ അവാർഡ് നേടിയത്, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ആരാണ്? 1977 ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി അഗ്നിസാക്ഷിയാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന നോവൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ കൃതിയാണ്. സുഗതകുമാരിയുടെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? അമ്പലമണിയാണ്. സുഗതകുമാരിയുടെ വയലാർ അവാർഡ് നേടിയ കൃതി അമ്പലമണിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ലിവിങ് ഡെത്ത്, വീണ്ടും ഇംഗ്ലീഷ് വന്നിരിക്കുകയാണ് അല്ലേ. ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏതാണ്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള അർത്ഥത്തിലാണ് ലിവിങ് ഡെത്ത് എന്ന് ഉപയോഗിക്കുന്നത്.
ആ ഒരു ഫ്രേസ് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ്. കാരണം അങ്ങനെ ആ വാക്കുകൾ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സമാന ആശയങ്ങളുള്ള ശൈലികൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു 2-3 നമുക്ക് പഠിച്ചു വെക്കാം. പ്ലേ വിത്ത് ഫയർ, തീ കൊണ്ട് കളിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരും. ഐവറി ടവർ, ദന്തഗോപുരം എന്നുള്ള അർത്ഥത്തിൽ വരും. ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട കനി എന്നുള്ള അർത്ഥത്തിൽ വരും. ഹെർക്കൂലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം എന്നുള്ള അർത്ഥത്തിൽ. ഹിമാലയം ബ്ലണ്ടർ, ഭീമബന്ധം എന്നുള്ള അർത്ഥത്തിലൊക്കെ വന്നേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അടുത്ത് ടോക്കൺ സ്ട്രൈക്ക് എന്നാണ്. ടോക്കൺ സ്ട്രൈക്ക് എന്താണ്? ടോക്കൺ സ്ട്രൈക്ക് സൂചന പണിമുടക്കാണ് ടോക്കൺ സ്ട്രൈക്ക്. ചില പദങ്ങളുടെ തർജ്ജമ ഒന്ന് നോക്കാം. തേർഡ് പേഴ്സൺ പ്രഥമ പുരുഷനാണ്. ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷനാണ്. പിന്നെ അതുപോലെ ഫിലോളജി ചോദിക്കാം. ഭാഷാ വിജ്ഞാനം എന്നാണ് അർത്ഥം. ഫിലോളജി, ഫിലോളജി PHILOLOGY ആണ് ഫിലോളജി. ഭാഷാ വിജ്ഞാനം എന്നാണ്. കാരിക്കേച്ചർ വരാം. തൂലികാ ചിത്രം എന്നാണ് അർത്ഥം. കാരിക്കേച്ചർ, തൂലികാ ചിത്രം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പല ആവൃത്തി പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ വന്നുകൂടായികയില്ല. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.